അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ,
ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡീവിയേറ്റ്, പരിശുദ്ധാത്മാവ് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഉടമ്പടിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പടിക്കണമെന്ന് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന്. അതാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല, അമ്മയെപ്പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടിക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പോൾ അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത്. ഇവിടെ പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞിട്ട് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തമായാലും അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലാണ് മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. എന്ന് വെച്ചാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള അല്ലേ ഇതില്ലേ നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ രക്തം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്റ് ഓഫ് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു കുട്ടി ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും.
അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ് മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ നല്ലതാണ്. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IAS റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണോന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ സായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയാണ്. നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാണ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചത്. യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമിയിലേക്കും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു അതെന്താ, സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് അവൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നതെന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ത്രേസ്യാക്കുട്ടി. ഞാൻ കോഴിക്കോട് മാനന്തവാടി കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നു. എനിക്ക് ഇവിടെ വന്ന് ഒത്തിരി കാര്യങ്ങൾ, പണ്ട് ഞാൻ 2023/7/2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ 2024 ഓഗസ്റ്റ് 26 ഈ പുണ്യഭൂമിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് ഈശോയുടെ 2ാം വരവിനായി ഈ പുണ്യഭൂമിയെ ഒരുക്കുന്ന
ഈശോയുടെ രണ്ടാം വരവിനായി ഈ കൃപാസനം എന്ന പുണ്യഭൂമിയെ ഒരുക്കുന്ന ഒരു പാഠശാലയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അത് ആരാധനയിൽ പറയുകയും പിന്നെ എല്ലാവരും അത് പറഞ്ഞ് എന്നെ വളരെ ഫോണിൽ കൂടെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും അത് കണ്ട് വളരെ പറയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ മത്തായി മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന വചനമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. പിന്നെ ഒന്നാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ സ്ഥലം വിറ്റ് കിട്ടിയതാണ്. സ്ഥലം വിൽക്കാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്ഥലത്തിന് വഴിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. 10-15 വർഷമായി അത് വിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരും വരുന്നവരെല്ലാം കണ്ടിട്ട് അത് വഴിയില്ല എന്ന് പറഞ്ഞ് പോയിരുന്നു. എന്നാൽ അതിലൊരു ഈട്ടിത്തടി ഉണ്ടായിരുന്നു. അത് എൻ്റെ ഭർത്താവിൻ്റെ ചാച്ചൻ ഒരു നീതിമാനായ മനുഷ്യനായതുകൊണ്ട് അത് വെട്ടിക്കളയാതെ അതിന് ഗവൺമെൻറ് വന്ന് അതിന് നമ്പർ ഇട്ട് പോയി. എന്നാൽ അത് വീണു പോവുകയും അത് ഗവൺമെൻറ് പിന്നെ അതിന് ഏറ്റെടുക്കാൻ വേണ്ടി ഓഫീസുകളിലൊക്കെ അതിൻ്റെ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അത് സമയച്ചുരുക്കത്തിൻ്റെ മേൽ എനിക്കത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുകയും ഈട്ടിത്തടി അത് ഞങ്ങൾക്ക് തന്നെ 10-25,000 രൂപയ്ക്ക് അത് വിട്ടുതരികയും ചെയ്തു. എന്നാൽ എൻ്റെ സ്ഥലം എത്രയും പെട്ടെന്ന് വിൽപ്പന അതിനുശേഷം ഒരു SI വന്ന് എൻ്റെ സ്ഥലം എടുത്തു. എന്നാൽ ഞാൻ അതിന് മുമ്പ് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മൈസൂരിൽ നിന്ന് ഒരു SI വന്ന് ആ സ്ഥലം എടുക്കുകയും അതിൻ്റെ സ്ഥലം എടുത്ത് എനിക്കൊരു 20 ലക്ഷം രൂപ കടബാധ്യതകളുണ്ടായിരുന്നു. അതെല്ലാം വീട്ടിൽ കിട്ടുകയും ചെയ്തു. രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞ സമയത്ത് പിന്നെ ഒരു 12 മണിയായി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്രത്തിൽ കൂടി ബ്ലഡ് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് ഒരു പുലർച്ചെ 10:30 വരെ ബ്ലഡ് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിച്ച് എനിക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ വീട്ടിൽ വന്ന് യൂറിൻ വേന്ന് ഡോക്ടേഴ്സ് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ യൂറിനൊക്കെ പരിശോധിക്കാൻ വേണ്ടി കൊടുത്ത് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ 2 പിന്നെ ഇങ്ങനെ കിഡ്നിയുടെ ആ ഭാഗത്ത് പറ്റുകയും അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയെ എന്നെ കിടത്തരുതേ, പിന്നെ ഒരു ബൾജ് വന്ന് ഞാൻ 4 മാസം കിടന്നതാണ്, ഇനി എന്നെ കിടത്തരുതേ എൻ്റെ പൊന്നമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ എൻ്റെ മൂത്രത്തിൽ കൂടി ഒരു തുള്ളി പോലും ബ്ലഡ് പോകാതെ ക്ലിയർ മൂത്രമായി മാറുകയും ചെയ്തു. ഇതാണ് എൻ്റെ പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് നടുവിൻ്റെ ഭാഗത്ത് 3 ബൾജും കഴുത്തിൽ 1 ബൾജും ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് ഒരു തുള്ളി പോലും നടക്കാൻ പറ്റാതെ ഞാൻ വീണുപോയി. അങ്ങനെ പിന്നെ 4.5 മാസം ഞാൻ കിടപ്പിലായിപ്പോയി. അങ്ങനെ കിടപ്പെല്ലാം കഴിഞ്ഞ് പതുക്കെ ഞാൻ എഴുന്നേറ്റ് ബെൽറ്റെല്ലാം ഇട്ട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. അന്ന് ഞാൻ അച്ഛനെ കണ്ടു, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ കഴുത്തിൽ സൈത്ത് പുരട്ടുകയും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തിരിച്ചു പോയ സമയത്ത് എനിക്ക് പിന്നെ പോകുന്ന സമയത്ത് എനിക്ക് ബെൽറ്റ് ഊരുകയും ഞാൻ മരുന്നെല്ലാം നിർത്തി. വളരെ ഇപ്പം എനിക്ക് ജോലിയിലൊന്നും പിന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നേ ഇല്ല. അപ്പോൾ അത്രയും വളരെ സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് ഒരു വാഹനം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതും എനിക്ക് പരിശുദ്ധ അമ്മ എത്രയും പെട്ടെന്ന് അത് സാധിച്ചു തന്നു. അമ്മ എന്ത് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ ഒത്തുകല്യാണം. എൻ്റെ മോൻ ജർമ്മനിക്ക് പോയത്, ഇപ്പം നേഴ്സിങ്ങിന് പോയത്, അതൊക്കെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ജർമ്മനിക്ക് പോയത് പിന്നെ സെപ്റ്റംബർ 8. അങ്ങനെ അമ്മയുടെ വിശേഷമുള്ള ദിവസങ്ങളിലാണ് എനിക്ക് എല്ലാം അമ്മ സാധിച്ചു തരാറുള്ളത്. എൻ്റെ മൂത്ത മോൻ്റെ ജനനം എന്ന് പറയുന്നത് ഡിസംബർ 25-ാം തീയതിയാണ്. അപ്പോൾ അമ്മയുടെ വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അമ്മ സാധിച്ചു തരാറുള്ളത്.
പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. അതായത് ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ ശ്വാസം മുട്ടുള്ള രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് ഈശോയെയും മാതാവിനെയും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരോട് ഞാൻ പറയും. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ഈശോയെയും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് എന്ന് കൂടുതലായി പറയും. അപ്പോൾ കുറേ പേര് എൻ്റെ കൂടെ വട്ടം കൂടി നിൽക്കും. അപ്പോൾ പണ്ട് ഈശോ ഇങ്ങനെ പറയുന്ന, പിന്നെ ഈശോ ഇങ്ങനെ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, പിന്നെ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ നിന്ന് പറയുമ്പോൾ കുറേ പേര് വട്ടം കൂടി നിന്ന് അത് കേൾക്കുകയും കൃപാസനത്തിലേക്ക് ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പിന്നെ ക്യാൻസർ വാർഡുകളിലെല്ലാം പോയി ഈശോയെയും മാതാവിനെയും കുറിച്ച് ഞാൻ പറയാറുണ്ട്. പിന്നെ ഡെസ്റ്റിറ്റ്യൂട്ടായ പേഷ്യൻസൊക്കെ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ വാർഡുകളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഈശോയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് ഈശോയെ കൂടുതലായി പറയാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഞ്ചാരി മാതാവിനെക്കുറിച്ച് കൂടുതലായി പറയാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ എൻ്റെ മോനും മോളും അവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെയും കൊണ്ടുപോയി ഈ പത്രം കൊടുത്ത് ഈശോനെയും മാതാവിനെയും എല്ലാം ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പള്ളികളിലൊക്കെ കൊടുത്ത് ഈശോനെയും മാതാവിനെയും കുറിച്ചൊക്കെ പറയാറുണ്ട്. അധികവും മെഡിക്കൽ കോളേജ്, പിന്നെ ബസ്സിലെല്ലാം പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും പത്രം ഉണ്ടാവും. ഞാൻ മാസത്തിൽ എല്ലാ മാസവും വന്ന് ഒരു 3 കെട്ട് 4 കെട്ട് പേപ്പർ പത്രം മേടിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് 1-2 കെട്ടുകൾ പിന്നെയും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി പിന്നെ വീടാന്തരം കൊടുത്തും ഒക്കെയാണ് ഞാൻ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ക്രിസ്തുദാസി സമൂഹമുണ്ട്, ഹോം ഓഫ് ലവിൽ. അപ്പോൾ അവിടെ ഞാൻ അവരെ വൃദ്ധരായ മാതാപിതാക്കന്മാരെ കുളിപ്പിക്കാൻ പോകാറുണ്ട്. പിന്നെ നമ്മൾ വാർഡുകളിലാണെങ്കിലും ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയും അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി വീടുകളിൽ കൊണ്ടുവന്ന് അലക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഓരോ രോഗികളൊക്കെ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കുകയും ബൈബിളും നന്മ നിറഞ്ഞ മറിയമേയും പരിശുദ്ധ മറിയമേയും എല്ലാം ചൊല്ലി അവർക്ക് വേണ്ട ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒത്തിരി പേര് അങ്ങനെ ഈശോയെ കൂടുതലായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോയെയും മാതാവിനെയും കൂടുതലായിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ 8 പേരെയും കൊണ്ടാണ് വന്നത്. അങ്ങനെ ഒത്തിരി പേരെ കൂട്ടിക്കൊണ്ട് വരാനും കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹോം ഓഫ് ലവിൽ ഞാൻ പോയ സമയത്ത് അവരുടെ ഒരു വൃദ്ധരായ മാതാപിതാക്കന്മാരെ കുളിപ്പിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കുളിപ്പിക്കുന്ന സമയത്ത് ഒരു അജവമോൾ ഉണ്ടായിരുന്നു. അവൾക്ക് ഒരു മാനസിക രോഗം പോലെയുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പിന്നെ നടക്കാനൊന്നും പറ്റില്ല. സിസ്റ്ററിനെ മാത്രമേ അവൾ കുളിപ്പിക്കാൻ ആക്കുള്ളൂ. പിന്നെ ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊടുത്തിട്ട് അവൾക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളിപ്പോൾ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു റീനാമ്മ എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗിയാണ്. ഒരു ഭാഗം തളർന്നു പോയ റീനാമ്മയാണ്. അപ്പോൾ റീനാമ്മയ്ക്ക് കണ്ണ് 4 വർഷമായി കാഴ്ചയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ ഒരു കണ്ണിലേക്ക് ഒഴിച്ചെടുത്തപ്പോൾ ആ അമ്മ പറയുകയാണ്, 4 വർഷമായി മോളെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് അത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ ഉടമ്പടി വസ്തുക്കളും പിന്നെ ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് വാർഡുകളിലായാലും പോകുന്ന വഴികളിലൊക്കെ ആയാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പം 12 പ്രാവശ്യം പുതുക്കി സിൽവർ ഗ്രേയിലേക്ക് കടന്നു. സിൽവർ ഗ്രേയിലേക്ക് കടന്നപ്പോൾ എനിക്ക് എൻ്റെ ഈശോയോട് ഒന്നും ചോദിക്കാനില്ല. എനിക്ക് എൻ്റെ ഈശോയോട് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണം എത്രയും പെട്ടെന്ന് സഭ അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. അത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ പൂർണ്ണമായും ചെയ്യുമെന്ന് ഈ നടയിൽ നിന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് മാതാവിനെ എത്രയും പെട്ടെന്ന് സഭ അംഗീകരിച്ച് ഇതൊരു പുണ്യഭൂമിയായി ഈശോയുടെ 2ാം വരവിനായിട്ട് എല്ലാവരും ഒരു 10 കന്യകമാരെ ദീപം തെളിച്ച് നിന്നതുപോലെ നമ്മളെല്ലാവരും ഈ പുണ്യഭൂമിയിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഈ പാഠശാലയിൽ ഒരുക്കുന്ന ഈ വിരുന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ എനിക്ക് വിശുദ്ധ കുർബാനയോ പണ്ടൊന്നും എനിക്ക് അത്ര
വിശുദ്ധ കുർബാനയോട് അത്ര പ്രാധാന്യമൊന്നും തോന്നിയിട്ടില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് എനിക്ക് പിന്നെ വിശുദ്ധ കുർബാനയോട് കൂടുതൽ തീക്ഷ്ണമായ ഒരു ഭക്തി തോന്നുകയും ചെയ്തത്. അങ്ങനെ എന്നും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഈശോയെ കൂടുതൽ സ്വീകരിച്ച് അറപ്പും വെറുപ്പും ഒന്നും കൂടാതെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ് എനിക്ക് കഴിയുന്നുണ്ട്. ആ ഒരു കൃപ എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. പിന്നെ ഹൈ TB ഉള്ള മനുഷ്യരുടെ ഇടയിലേക്കൊക്കെ എനിക്ക് ഇറങ്ങിച്ചെന്ന് ഒത്തിരി ഈശോയെക്കുറിച്ച് പറഞ്ഞ് ഉടമ്പടി തൈലങ്ങളും അതുപോലെ തന്നെ ഒക്കെ പിന്നെ ഉപ്പുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ നല്ല മരണത്തിനായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയൊക്കെ ആണെങ്കിലും ഈശോയ്ക്ക് കൊടുക്കാനും വാർഡുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇവിടുത്തെ ഓരോ ചൊവ്വാഴ്ചത്തെ ആരാധനകൾ, അതുപോലെ തന്നെ 5:30 മണിയിലെ അനുഗ്രഹദിന പ്രാർത്ഥനകൾ, ഇതെല്ലാം ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. പിന്നെ എനിക്ക് ജപമാല കൂടുതലായിട്ട് ചെല്ലാനുള്ള ഒരു കൃപ കിട്ടിയത് ഈ കൃപാസനം എന്ന പുണ്യഭൂമിയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ കൃപാസനം എന്ന പുണ്യഭൂമി എന്നത് നമ്മുടെ ഈശോയുടെ 2ാം വരവിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു പാഠശാല തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും വിശ്വസ്തരായ കുറേ നോഗയുടെ പെട്ടകത്തിൽ കയറി നമ്മളെ എല്ലാവരും അന്ന് ഒരുക്കിയതുപോലെ നമുക്ക് ഇന്ന് ഈ പുണ്യഭൂമിയിൽ വന്നെന്ന് ഇത് ശ്രദ്ധിച്ച് അച്ഛൻ്റെ വചനങ്ങളും എല്ലാം കേട്ട് നമ്മളെ ഒരുക്കുന്ന ഈ പാഠശാലയിൽ വന്ന് നിന്ന് നമുക്കെല്ലാവർക്കും ഒരുങ്ങി ഈശോയോടൊപ്പമാകാൻ എന്നെ അവസരം തന്ന ഈ പുണ്യഭൂമി വന്നു നിന്ന് അവസരം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ത്രേസ്യാക്കുട്ടി കോഴിക്കോട് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഏറെ നാളായിട്ട് വിറ്റുപോകാത്ത സ്ഥലം വിറ്റുപോവുകയും അതോടൊപ്പം തന്നെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പരിശുദ്ധ ഇടപെടലിലൂടെ ആ ഒരു സ്ഥലം വിൽക്കുവാനും അതോടൊപ്പം തന്നെ ചേർന്നുള്ള കടബാധ്യതകളൊക്കെ മാറ്റി കിട്ടുവാനുള്ള വലിയൊരു അനുഗ്രഹമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് കിട്ടിയ വലിയ രോഗസൗഖ്യങ്ങൾ, അത് മൂത്തത് കൂടി ബ്ലഡ് വരുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടും തൻ്റെ കിഡ്നിയുടെ ഭാഗത്ത് ഉടമ്പടി തൈലമൊക്കെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴും അത് വലിയ അനുഗ്രഹമായിട്ട് മാറിയത് സൗഖ്യം നൽകിയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ നട്ടലിനും കഴുത്തിനും ബൾജിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നത് ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് പറയുക. ചെന്നാൽ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഇവിടുന്ന് പോകുമ്പോൾ ബെൽറ്റൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് പോവുക. പിന്നെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ നടുവിനെന്ന അസ്വസ്ഥതയൊക്കെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് മാറ്റി അനുഗ്രഹിച്ചുവെന്ന് ഈ അമ്മയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷിത ജീവിതമാണെങ്കിലും കാരുണ്യ പ്രവൃത്തികളാണെങ്കിലും വളരെയേറെ വ്യക്തമായ ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗം എപ്രകാരം ഈ ഒരു കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഈ അമ്മ നമുക്ക് മനസ്സിലാക്കി തരിക ചെയ്യുന്നുണ്ട്. ഹോം ഓഫ് ലവിലെ അന്ത്യവാസികളോടാണെങ്കിലും അവിടുത്തെ അമ്മമാരാണെങ്കിലും മക്കളോടാണെങ്കിലും എത്രമാത്രം സ്നേഹത്തോടും ഈശോ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ അനുഗ്രഹങ്ങളാണ് ഈ അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായത്. ഇന്ന് വരെ ഈ അമ്മയുടെ ജീവിതത്തിൽ അമ്മ നൽകി അനുഗ്രഹിച്ച എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ ഈ അമ്മ ഇനി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവിധമായ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ നമ്മളെയും അനുഗ്രഹിക്കണം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായെ സ്തുതിയാകട്ടെ. എൻ്റെ പേര് ആൽറിൻ. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ കൊച്ചുതോപ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ പരിശുദ്ധ അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 14 നവംബറിനാണ് എടുത്തത്. അത് എടുത്തതിനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറീൻ എഞ്ചിനീയറിംഗ് കോഴ്സ് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് ആംഗ്ലോ ഈസ്റ്റേൺ മാരിടൈം അക്കാഡമി എന്ന് പറഞ്ഞൊരു കോളേജിൽ എക്സാം കൊടുത്തിരുന്നു. എക്സാമൊക്കെ ക്ലിയറായി. ആ സമയത്ത് എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. എക്സാമൊക്കെ ക്ലിയറായി. ഞാൻ വളരെയധികം എക്സ്പെക്റ്റേഷനിലായിരുന്നു 2023 ആദ്യമേ തന്നെ എനിക്ക് ആ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ എതിരായിരുന്നു. എനിക്ക് വന്ന മെയിലിൽ അവർ പറഞ്ഞത് സെപ്റ്റംബർ 2023 എനിക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിപ്ലൈ ഉണ്ടപ്പോൾ ഞാൻ വളരെയധികം വിഷമത്തിലായി. ഞാൻ
ഒത്തിരി ഒരു വിഷമം വന്നു. അങ്ങനെ ഞാൻ കരുതി എന്തായാലും ഞാനും കൂടെ ഒരു ഉടമ്പടി എടുക്കാം, കാരണം എൻ്റെ കാര്യത്തിന് ഞാനും കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്ന് എനിക്കിങ്ങനെ തോന്നി. ഞാൻ എന്നിട്ട് നമ്മൾ ഈ സാധാരണ ഉടമ്പടി ധ്യാനവും ഒക്കെ എല്ലാം കൂടുമായിരുന്നു. ഉടമ്പടി രീതിക്കുള്ള ദിവ്യബലി കൂടുകയും അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് കോളേജിൽ നിന്നൊരു കോൾ വരുവാണ്. ലൈക്ക് ആൽറിൻ ജാനുവരിയിൽ ഉള്ള കോഴ്സിന് കയറാൻ റെഡിയാണോ എന്നിങ്ങനെ പറഞ്ഞൊരു കോൾ വന്നായിരുന്നു. ആക്ച്വലി ഇത് വരുന്നതിന് മുമ്പ് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വർഷം പോകുമല്ലോ, അപ്പോൾ കരിയർ സ്വിച്ച് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മാതാവും ഈശോയും വഴി എനിക്ക് ഈ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ജാൻ 2023 കോഴ്സിലോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതിലൂടെ 8 മാസത്തെ കോഴ്സ് കടന്നുപോയി. ഈ കോഴ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷനിൽ പോലും ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ പ്രെയർ ചൊല്ലുമായിരുന്നു. അതോടൊപ്പം തന്നെ ജപമാല എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കോഴ്സ് കഴിഞ്ഞു, എനിക്ക് ഷിപ്പിൽ ജോയിനിങ് ആയി. ഫസ്റ്റ് ഞാൻ എൻജിൻ കേഡറ്റായിട്ട് ഷിപ്പിൽ പോയി, പിന്നെ രണ്ടാമത്തെ ഷിപ്പ് ജൂനിയർ എൻജിനീയറായിട്ട് പോയി. ഈ പോകുമ്പോഴൊക്കെയും ഞാൻ ജപമാല ഇല്ലാത്ത ദിവസമില്ല, എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയും പ്രെയർ ലൈഫൊക്കെ എനിക്ക് നന്നായിട്ട് പോകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഷിപ്പിൽ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ബട്ട് സ്റ്റിൽ പറ്റുന്നിടത്തോളം ഞാൻ നെറ്റിൻ്റെ അവൈലബിലിറ്റി ഉള്ളപ്പോൾ ഞാൻ കുർബാന കൂടാൻ ശ്രമിക്കുമായിരുന്നു, ഞായറാഴ്ചകളിലുള്ള കുർബാന. അപ്പോൾ അങ്ങനെ 2 ഷിപ്പ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ അടുത്ത ഞങ്ങൾക്ക് പ്രൊമോഷന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എക്സാം ക്ലിയർ ചെയ്യണം, എന്നാലേ നമുക്കൊരു COC എന്ന് പറഞ്ഞൊരു ലൈസൻസ് കിട്ടത്തുള്ളൂ. അടുത്ത 4th എഞ്ചിനീയർ റാങ്കിലോട്ട് പോകാനുള്ള ഒരു എക്സാമാണത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു, ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തു. അപ്പോൾ അതിലും കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കാം. അപ്പോൾ അങ്ങനെ വന്നു, ഞാൻ പുതുക്കി. എൻ്റെ നിയോഗമായിരുന്നു 2025 തന്നെ, 2025 ഞാൻ പുതുക്കുന്നത് ഓഗസ്റ്റിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒത്തിരി ലേറ്റാണ് എൻ്റെ കരിയറിൽ. അപ്പോൾ ഈ 2025 തന്നെ എനിക്ക് COC കിട്ടുകയും 4th എഞ്ചിനീയറായിട്ട് എനിക്ക് സെയിൽ ചെയ്യാനുള്ള കൃപ കിട്ടണമെന്ന് ഞാനിങ്ങനെ ഇൻറ്റൻഷൻസിൽ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇപ്പം നമ്മുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ സിലബസ് ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ലാസ്റ്റ് ഇയറിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും, തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ദിവസമായിരിക്കും ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പഠിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നമ്മുടെ ഹോളി ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും വച്ചിരിക്കും. അപ്പോൾ എപ്പോഴും തലയിൽ ഓയിൽ പുരട്ടിയിട്ടും കുറച്ച് ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. ചില സമയത്തൊക്കെ എനിക്ക് സ്ട്രെയിൻ കൂടുതലിരുന്ന് പഠിക്കുമ്പോൾ മൈഗ്രെയിനൊക്കെ വരും. എന്നിരുന്നാൽ പോലും ഈ ഒരു മാതാവിൻ്റെ ആ ഒരു ഓയിലും സോൾട്ടും എന്നെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പഠിത്തത്തിലായാലും എൻ്റെ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥയിലാണെങ്കിൽ പോലും. എക്സാം കൊടുക്കാൻ ഞാൻ മുംബൈയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ദിവസവും ദിവ്യബലി കൂടുന്നതായിരുന്നു. മുംബൈയിൽ പോയിരുന്നാൽ പോലും ദൈവഭാഗ്യത്തിന് എൻ്റെ എക്സാം സെൻറ്ററിൻ്റെ തൊട്ടടുത്ത്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെയും ദിവ്യബലി കൂടിയിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. ചിലപ്പോൾ 2 എക്സാം ഒരു ദിവസം കൊടുക്കുന്നതിൽ 15-20 മിനിറ്റ്സ് ഗ്യാപ്പ് ഉള്ളപ്പോൾ പോലും അവിടെ കുർബാന ഉണ്ടെങ്കിൽ ഞാൻ കുർബാന കൂടിയിട്ടാണ് ആ എക്സാം എഴുതുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ്. നമുക്ക് വേറെ സാധനങ്ങളൊന്നും കൊണ്ട് കയറാൻ പാടില്ല. ഹോൾ ടിക്കറ്റ് പോലെ ഒരു ക്ലിയർ ഫയലിൽ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്തിരുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഈ ഓയിലും നമ്മുടെ ഉപ്പും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഓയിൽ എപ്പോഴും തലയിൽ പുരട്ടിയിട്ട് അതോടൊപ്പം തന്നെ സോൾട്ട് കുറച്ച് ഞാൻ നമ്മുടെ ഫയലിനകത്ത് ക്ലിയർ ഫയലിനകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ തമ്പുരാനും മാതാവ് സഹായിച്ച് എക്സാംസ് ഞാൻ എഴുതുമ്പോഴൊക്കെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും അമ്മ മാതാവ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് വരും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ നന്നായിട്ട് എനിക്ക് എല്ലാ പേപ്പറും എഴുതാൻ പറ്റി. ഞങ്ങൾക്ക് 6 റിട്ടേൺ പേപ്പറാണുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ റിട്ടേൺസ് കൊടുത്തു. ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ഞാൻ ഈ ഫയലിൽ കരുതിക്കൊണ്ട് വന്ന ഉപ്പ് കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 6 പേപ്പറിൽ 5 എണ്ണം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക്കലിൻ്റെ പേപ്പർ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ആ റിപ്പീറ്റ് എക്സാം ഡിസംബറിൽ വരാൻ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ ലേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ COCയും നമുക്ക് അടുത്ത വർഷമായിരിക്കും വരുന്നതെന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഞാൻ.
അങ്ങനെ സ്റ്റിൽ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു, ദിവ്യബലി എല്ലാം കൂടി. അങ്ങനെ എൻ്റെ ഇലക്ട്രിക്കൽ പേപ്പറിൻ്റെ സമയമായി. അപ്പം ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയായിരുന്നു. പക്ഷേ അതിൽ എനിക്കൊരു പ്രശ്നം പറ്റിയെന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ പരീക്ഷയിലോട്ട് കയറി. ആ ഒരു സമയത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വിട്ടുപോയ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഞാൻ പഠിച്ചതൊന്നും അതിൽ ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ഈ ഒരു അറ്റംപ്റ്റും കൂടെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിലേ ആയിപ്പോകും. കാരണം ഞങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ട് എഴുതണമെങ്കിൽ വീണ്ടും 2 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ എനിക്ക് അറിയുന്ന പോലെ പ്രത്യേകിച്ച് എഴുതാനൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എന്തോ ഒരു 5 പേപ്പർ വെറുതെ എഴുതി. ഭയങ്കര വിഷമത്തോടു കൂടി അതിലും ഞാൻ എൻ്റെ തലയിലിരുന്ന കുറച്ച് ആ എണ്ണ ഞാൻ ആ പേപ്പറിൽ ഇങ്ങനെ തളിച്ചു. പ്ലസ് ഞാൻ കൊണ്ടുവന്ന ഉപ്പും കൂടെ ആ പേപ്പറിനകത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്തായാലും ഇതിലൊന്നും എഴുതിയിട്ടില്ല, മാതാവിന് ഈ പേപ്പർ എനിക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ വളരെ വിഷമത്തോടെ അന്ന് ആ എക്സാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടുത്തെ കുർബാനയും കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴും അമ്മയും അച്ഛനും പറഞ്ഞു, മാതാവ് ഈ പേപ്പർ നിനക്ക് തരും, ഇത് നീയല്ല എഴുതിയത്, പരിശുദ്ധ അമ്മയും ഈശോയാണ് എഴുതിയതെന്നുള്ള വിശ്വാസത്തിൽ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു എഴുതിയ പേപ്പറിൻ്റെ റിസൾട്ട് വന്നു. അമ്മ മാതാവും ഈശോയും വഴി ആ പേപ്പർ എനിക്ക് കിട്ടി. ആക്ച്വലി അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ ആ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ലെന്ന് എനിക്ക് 101% ഷ്യോറിറ്റി ഉണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് മെയിൻ റീസൺ പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഗ്രേസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ COC വന്നു. അപ്പോൾ COC വന്നതിൽ കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന 2025 ആ ഒരു ഡേറ്റ്, അതിനുള്ളിൽ എനിക്ക് COC കിട്ടണം. അപ്പോൾ അമ്മ മാതാവും ഈശോയും വഴി എനിക്ക് കിട്ടിയ COCയിൽ 2025 എന്നുള്ള ഡേറ്റാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ കാര്യം കൂടെ ഞാനൊരു നിയോഗമായിട്ട് വച്ചിരുന്നു. പരിശുദ്ധ അമ്മ ഈശോ വഴി അതും വളരെ മനോഹരമായിട്ട് നടത്തി. എനിക്ക് ഇപ്പോൾ COC കിട്ടി. ഞാൻ 4th എഞ്ചിനീയറായിട്ട് ഇപ്പോൾ ഉടനെ തന്നെ സെയിലിങ്ങിന് പോകാനിരിക്കുവാണ്. ഈശോ വഴി അമ്മ മാതാവിലൂടെ ഈശോയിലൂടെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ലീവിന് വരുമ്പോൾ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്ത് വരും. ഞാനും എൻ്റെ അമ്മയും, അച്ഛനുണ്ടെങ്കിൽ അച്ഛനും അനിയത്തിയായിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ പത്രം വാങ്ങിച്ച് ഞങ്ങൾ പത്രം വിതരണം ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ രോഗികളായിട്ടുള്ളവരെയൊക്കെ പോയി കാണാറുണ്ട്. അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഒക്കെ ഞങ്ങൾ പോയി കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഷിപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ സാലറിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും തയ്ത്തായിട്ട് അത് കൊടുക്കുമായിരുന്നു. അതിങ്ങനെ അർഹതപ്പെട്ടവർക്ക് അത് ഞാനിങ്ങനെ പാസ് ഓൺ ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മുംബൈയിൽ എക്സാം എഴുതാൻ പോയിരുന്ന സമയത്തും ഇവിടെയാണെങ്കിൽ പോലും എന്നോട് ആരെങ്കിലും പൈസ ചോദിച്ചു വന്നാൽ ഞാൻ അങ്ങനെ പൈസ കൊടുക്കാറില്ല. അവർക്ക് ഞാൻ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആൽഡ്രിനസ് ട്രിവാൻഡ്രം തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാനും കൂടി വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് അമ്മ ഉടമ്പടി ജീവിക്കുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് താനും ഉടമ്പടിയിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്ന് നിരവധിയായ പ്രതിസന്ധികൾ വരുമ്പോഴും പരിശുദ്ധ അമ്മ ഈ മകന് സംരക്ഷണമായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 2023 അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ വീണ്ടും 1 വർഷം പോകുന്നുള്ള ഒരു ആകുലതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ അത് ദൈവിക നിയോഗം എന്നോണം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ആ വർഷം തന്നെ ജോയിൻ ചെയ്യുവാനും അതിലേക്ക് പോകുവാനൊക്കെ സാധിക്കുക ചെയ്തത് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ മകൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് മുമ്പായിട്ടാണെങ്കിലും ഈ മകൻ ഉടമ്പടി പുതുക്കണമെന്നുള്ള ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഉടമ്പടിയിലെ പ്രകാരം ആയിരിക്കണമെന്നുള്ള ചിന്ത കൂടി ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ 6 പരീക്ഷ എഴുതുമ്പോഴും ഇലക്ട്രിക്കൽ എക്സാം പോകുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും അതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഒരുങ്ങുമ്പോൾ
എന്നാൽ ഏത് ക്വസ്റ്റ്യനാണോ താൻ മാറ്റി വെച്ചത് അത് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് വരികയും എന്നാൽ അവിടെ ഒത്തിരിയേറെ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ്. താൻ പഠിച്ചത് ഒരു ക്വസ്റ്റ്യൻ പോലും തൻ്റെ മുമ്പിൽ ഇല്ല. എന്നാൽ പഠിച്ചു പോയ കാര്യങ്ങളുണ്ടെങ്കിലും അത് ഓർമ്മയിലേക്ക് വരാത്തൊരവസ്ഥ കൂടിയാണ് കടന്നു പോയത്. എന്നാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തനിക്കറിയുന്ന കാര്യങ്ങൾ എഴുതുകയും ഈ മകൻ്റെ വാക്കിൽ തന്നെ വ്യക്തമായിരുന്നു, ഈ എക്സാം ഞാൻ പാസ്സായത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണമായിട്ട് മകനെടുത്ത് പറയുക. അത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് നിർത്തുക. അതുകൊണ്ട് തന്നെ നിറച്ച വസ്തുക്കളാണെങ്കിലും ഉടമ്പടി വസ്തുക്കളൊക്കെ എപ്പോഴും ചേർത്ത് വെച്ചിരുന്നത് ആ ഒരു വിശ്വാസത്തെ തുടർന്ന് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുകയും ഈ മകൻ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. താൻ ആഗ്രഹിച്ചതുപോലെ COC കിട്ടുകയൊക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ തൻ്റെ അനിയത്തിരാങ്കന കല്യാണ കാര്യമാണെങ്കിലും അത് പരിശുദ്ധ അമ്മ വഴി നല്ല അനുഗ്രഹങ്ങളോടെ നല്ല രീതിയിൽ നടത്തുവാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇനിയും ഇൽത്താനക്ക് മുമ്പിൽ ആൽഡ്രിനെ പരിശുദ്ധ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ഇനിയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അശ്വതി, ഞാനൊരു നേഴ്സാണ്, രാമപുരത്തു നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് ആദ്യം 2018. എന്നിട്ട് ഞാൻ വന്നില്ല, ആലപ്പുഴ ഒരുപാട് ദൂരമായുണ്ട്. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ കൊച്ചിൻ്റെ സ്കൂൾ ബസ്സിൽ നിന്ന് കൊച്ചിനൊരു പത്രം കിട്ടി. എന്നിട്ടും ഞാനത് വായിച്ചെങ്കിലും ഞാൻ വന്നില്ല. ഈ ദൂരം കൂടുതൽ കൊണ്ട് തന്നെയാണ്. പിന്നെ വീട്ടിലെല്ലാവരും എന്നെ വഴക്ക് പറയും ഇത്രയും ദൂരം പോകുന്നതിന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 2019 മാർച്ച് 13 കഴിഞ്ഞ് 23 ഞാൻ ഇങ്ങനെ പയ്യെ ദൈവം മനസ്സിൽ തോന്നിക്കുകയാണ് കൃപാസനത്തിലൊന്ന് വരണമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് കൃപാസനത്തിന് എന്താ ഇത്ര പ്രത്യേകത, എന്നാൽ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അപ്പം വീട്ടിൽ ബ്രദറിനോട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ബ്രദർ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ബ്രദറും എൻ്റെ കൊച്ചും കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഉടമ്പടി എല്ലാവരും എടുക്കണ കണ്ടു. അപ്പം ഞാനും ചെന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ ചെന്നു. 1ാമത്തെ കൗണ്ടറിൽ ചെന്നു. അപ്പം ഇസ്രായേലിൽ പോകാൻ വേണ്ടി ഞാൻ വിസ കാത്തിരുന്ന സമയമാണ്. അപ്പം വിസ കാത്തിരുന്ന സമയമായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇസ്രായേലിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞപ്പം 1ാമത്തെ കൗണ്ടറിൽ ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഇപ്പം വിസ കാത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കണ്ട, ആരാധനയൊക്കെ എല്ലാ മാസം വന്ന് കൂടേണ്ടതല്ല, എടുക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ആൾക്കാരെ കൂടെ അന്ന് ഇവിടെ കയറ്റുമായിരുന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മ മാതാവിനെ കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് നേരം അമ്മേനെ നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഞാൻ ഈശോയുടെ അടുത്തോട്ട് നോക്കിയപ്പോൾ ഒരു ചേച്ചി ഈശോയുടെ കാലിൽ ആണിയടിച്ച സ്ഥലത്ത് ഒരു ചേച്ചി മുത്തുന്ന കണ്ടു. അപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാനും പോയി മുത്തി. ആ മുത്തിയ സമയത്ത് എൻ്റെ മനസ്സിൽ എന്നോട് പറയാം, നീ ഉടമ്പടി എടുത്താലേ നിൻ്റെ വിസ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും, കർത്താവിശ്വാസ സംസാരിക്കണമെന്നും എനിക്കറിയില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. എന്നാലും ഞാൻ ഈ നടുക്ക് വന്ന് ഞാൻ ചിന്തിക്കുക, എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത്? 1ാമത്തെ കൗണ്ടറിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എടുത്താലേ നിൻ്റെ വിസ വരുള്ളൂ എന്ന് പറയണു. തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. എൻ്റെ അനിയൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അവൻ ഉടമ്പടി എടുത്തു. അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവൻ മുട്ടൊന്നും കുത്തത്തൊന്നുമില്ല. അപ്പം ഞാൻ അവനോട് പറയാം, നീ മുട്ടൊക്കെ കുത്തി ചൊല്ലണം. ഇവനോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ജപമാല ഒരിക്കലും ഞാൻ ചൊല്ലിയിട്ടില്ല. അപ്പം അതിന് മുമ്പ് ചൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് പറ്റാത്ത ഒരു പ്രാർത്ഥനയാണ് ജപമാല. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ജപമാല ചൊല്ലണം തോന്നുക. അപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി ഞാൻ ജപമാല അവരുടെ കൂടെ ചൊല്ലി. 1 മാസത്തിനകം ഞാൻ ജപമാല സാധാരണ എല്ലാ മനുഷ്യരും ഓരോ രഹസ്യത്തിൽ ഇങ്ങനെ 10 വെച്ച് ഓരോ മണികളിൽ ഇങ്ങനെ ചൊല്ലുമ്പം എനിക്ക് തിരിച്ച് 20 ചൊല്ലി 30 ചൊല്ലി എനിക്ക് ചൊല്ലിട്ടും പോരാ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ പറ്റിയേ, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് മാർച്ച് 23 കഴിഞ്ഞ് ഏപ്രിൽ 1 മലയാറ്റൂർ ഇങ്ങനെ മല കയറാൻ പോയപ്പോൾ കൊന്ത വാങ്ങിച്ചു. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഏപ്രിൽ 24 അപ്പോൾ ഈ മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്, NRIസിന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ എന്നോട് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ. ഞാൻ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ജപമാല നിർത്തണില്ല.
ഏപ്രിൽ 24 ഞാൻ അറിയുവാണ് അഖണ്ഡ ജപമാല കൃപാസനത്തിൽ ഇവിടെ ഈ ഹോളിലിരുന്ന് ചൊല്ലുന്നത് കണ്ടാണ്. അപ്പോൾ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പോൾ എനിക്ക് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഞാനിവിടെ വന്നു അവിടെ അപ്പം ഓരോ രഹസ്യത്തിൽ ചൊല്ലി 4-ാമത്തെ ഇത് ചൊല്ലി 400 നന്മ നിറഞ്ഞു പറയും ചൊല്ലിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞ് അന്ന് ലൂർദ് മാതാവിൻ്റെ പ്രതിമ അവിടെയുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറാൻ പോയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ വിസ വന്നിട്ടില്ല, ഉടമ്പടി എടുക്കണമെങ്കിൽ അമ്മ എന്നോട് പറയണമെന്ന് പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ കയ്യിൽ ഇടത് കയ്യിൽ ഉടമ്പടിയുടെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അമ്മ എന്നോട് എടുക്കണമെന്നാണല്ലോ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു കെട്ട് പേപ്പറുമായിട്ട് അങ്ങ് പോവുക. ഉടമ്പടിയുടെ ഇങ്ങനെ ഇത് നിയോഗങ്ങൾ എഴുതാനുള്ള പേപ്പർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എനിക്കൊരു പേപ്പർ തരാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്ന് ക്യൂ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഇസ്രായേലിൽ പോകാനുള്ള കഥ പറയുന്നതുകൊണ്ട് ഞാൻ ഇത്ര വിഷമാണ് ഉടമ്പടി എടുക്കണമെന്നും പറഞ്ഞ് നേരെ ഞാൻ വാതിലിലോട്ട് തിരിയുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ അറിയത്തില്ലാത്ത ഒരാളാണ്. അപ്പം എൻ്റെ നേരെ കുറച്ച് നേരം ചിരിച്ചിട്ട് എൻ്റെ നേരെ ഒരു പേപ്പർ ഇങ്ങനെ നീട്ടിയത് 91-ാം നമ്പറായിരുന്നു. അപ്പം സാധാരണ കൃപാസനത്തിൽ അന്ന് ഉടമ്പടിക്ക് വേണ്ടി കൗൺസിലിങ്ങിന് വിളിക്കുന്ന ആദ്യത്തെ 100 പേരെയാണ്. അപ്പോൾ ഈ 91 കിട്ടി. ആ പേപ്പർ കിട്ടിയ ഉടനെ എൻ്റെ തലയിൽ നിന്ന് താഴോട്ടൊരു തണുപ്പിറങ്ങിപ്പോയി. അപ്പം ഞാനിവിടെ അച്ഛൻ്റെ ഇതിൽ കേട്ടിട്ടുണ്ട്, അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്ന് അത് അമ്മ തന്നെയായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് ആ ചേച്ചി തന്ന ഉടനെ ഞാൻ ഈ ചേച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചീനെ മാതാവ് കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പം എന്നെ നോക്കി ആ ചേച്ചി ഒരു പരിചയമില്ലാത്തല്ല, അത്ര നേരമുള്ള ചിരിയില്ല, ഒന്നുമില്ല. ആ ചേച്ചിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് എന്നെ രൂക്ഷമായിട്ട് നോക്കുക. ആ ചേച്ചിക്ക് എന്നെ ഒരു പരിചയമില്ലാത്ത പോലെ എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഉടമ്പടി കിട്ടിയത്. അപ്പം ഉടമ്പടി കിട്ടിക്കഴിഞ്ഞ് നിൻ്റെ വിസ വരുവുള്ളൂ എന്നുള്ള 2-ാമത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് 28-ാമത്തെ ദിവസം എൻ്റെ വിസ വന്ന് ഇസ്രായേലിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ ഞാൻ പോയി. ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിലൊരനുഗ്രഹമാണ് ഒരു സ്കേബീസ് ഉള്ള ഒരു അമ്മച്ചീനെ എനിക്ക് നോക്കാൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചീനെ ഏജൻസിക്കാർ പറയാണ്ടാണ് എന്നെ അവിടെ കൊണ്ടിട്ടത്. ആ അമ്മച്ചീനെ നോക്കാൻ തുടങ്ങി ഒരു 5 ദിവസമായപ്പോൾ ഞാൻ അറിഞ്ഞു അമ്മച്ചിക്ക് ഭയങ്കര സ്കേബീസാണ്, ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാണ്ട് അവനെ നോക്കാൻ പാടില്ലെന്ന്. അപ്പോൾ അമ്മച്ചിയുടെ മേത്ത് ഈ ഉടമ്പടിത്തൈലും ഉപ്പും ഒക്കെ പുരട്ടാനായിട്ട് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ദൈവസ്നേഹം കൊണ്ട് എന്നാൽ എന്ത് പുരട്ടിയ ക്യാമറയൊക്കെ ഉള്ളതല്ലേ, പേടിക്കേണ്ടതാണ്. എന്നാലും ദൈവസ്നേഹം കൊണ്ടല്ലേ, ആരും ഒന്നും പറയത്തില്ല, ഇച്ചിരി പണിഷ്മെൻറ്റ് കിട്ടിയാലും വേണ്ടില്ല, എന്നാൽ അങ്ങ് പുരട്ടിയേക്കാന്ന് വിചാരിച്ചു. പുരട്ടി പിന്നെ അറിഞ്ഞ ആ ക്യാമറ വർക്കല്ലായിരുന്നെന്ന് ഞാൻ പിന്നെ അറിഞ്ഞേ. അങ്ങനെ അമ്മച്ചിയുടെ സ്കേബീസ് 1 മാസം കൊണ്ട് മാറുകയും ചെയ്തു. എനിക്കൊട്ട് പിടിച്ചതുമില്ല. എന്നെ ദൈവം നന്നായിട്ട് സംരക്ഷിച്ചു അവിടെ. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീടിൻ്റെ പെർമിറ്റിന് വേണ്ടി 3 മാസം പഞ്ചായത്തിൽ പെർമിറ്റിന് 3 പ്രാവശ്യം കൊടുത്തു. 3 പ്രാവശ്യം കൊടുത്തിട്ടും അയൽവാസി എപ്പോഴും എതിർപ്പ് പറയും. അവരുടെ വീടിൻ്റെ മുമ്പിലാണ്, അതുകൊണ്ട് അവരുടെ വീട് കാണത്തില്ല, അതുകൊണ്ട് പെർമിറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു. അവസാനം ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. എനിക്ക് പെർമിറ്റ് എന്തായാലും ദൈവം തരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എനിക്ക് കിട്ടുകയും ചെയ്തു. വീട് പണി പൂർത്തിയായി, ഞങ്ങൾ താമസവും തുടങ്ങി. പിന്നെ ഒരു സാക്ഷ്യമുള്ളത്, എനിക്ക് 2024 ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ ക്ലിനിക്കിൽ 60 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് 2 സ്റ്റാഫിനെ വെക്കാനുള്ള വരുമാനം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ 5-ാം തീയതി ഞാൻ 3-ാം തീയതി ഞാൻ ഇറങ്ങി. 8-ാം തീയതി ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ബയോഡേറ്റ കൊടുത്തു. അവർ എനിക്കൊരു ഇൻ്റർവ്യൂ പോലും വെക്കാണ്ട് എന്നോട് പറഞ്ഞു വന്ന് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 9-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന പ്രധാനമായിട്ടും പത്രപ്രവർത്തനം തന്നെയാണ്. അതിലൊരു സാക്ഷ്യമുള്ളത്, 2024 എനിക്ക് പത്രപ്രേക്ഷിതം ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടി പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി, മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വള പണയം വെച്ചു. അപ്പം 35,000 രൂപയാണ് അവർ ടോട്ടൽ എമൗണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് 15 രൂപ മതി, ബാക്കി 20 എടുത്തോളാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പം അതിന് 300 രൂപ പലിശ അടക്കണമെന്ന് പറഞ്ഞു. അപ്പം മുമ്പിൽ അന്നേരം ജോലിയില്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എടുക്കേണ്ട ദിവസമായപ്പോഴത്തേക്കും ടെൻഷനായിപ്പോയി.
ആ ടെൻഷനായി ഒരു ദിവസം മുമ്പ് എൻ്റെ ചേച്ചി എനിക്ക് 20,000 രൂപ ഇങ്ങോട്ട് ഞാൻ ചോദിക്കാണ്ട് തന്നെ എനിക്ക് തന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ കടമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, ഇഷ്ടംപോലെ പേർക്ക് കടം കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് വീട്ടിലൊരു ഇച്ചിരി എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കും തരുന്നില്ല, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ കണക്ക് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി തന്നത്. പക്ഷേ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചൊന്നുമില്ല, ചേച്ചി അത് തരുമായിരുന്നു. എനിക്കങ്ങനെ അത് പണയെടുക്കാനും സാധിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഒരു കരുണാഭവൻ ഉണ്ടായിരുന്നു. കരുണാഭവനിൽ അവിടെ പോയി ആഴ്ചയിൽ ഒരു ദിവസം പോയി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ അമ്മച്ചിമാരോടൊക്കെ ഒരുപാട് വർത്താനം പറയാനും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് ഉപവാസമാണ്, ആഴ്ചയിൽ ഒരു ഉപവാസം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് കാരുണ്യപ്രവൃത്തികൾ. സങ്കീർത്തനങ്ങൾ 73-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അശ്വതി കെ നായർ രാമപുരം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ ദൈവിക സന്നിധിയിൽ കടന്നു വരുവാനുണ്ടായ കാര്യങ്ങളും അതേ തുടർന്ന് എപ്രകാരം ഉടമ്പടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ള തൻ്റെ ഉടമ്പടിക്കുള്ള സാക്ഷ്യത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വരികയും അതോടൊപ്പം തന്നെ ഈശോയുടെ കുരിശുരൂപത്തോട് തൻ്റെ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നോട് സംസാരിക്കുന്ന അനുഭവം ഐശ്വര്യ എന്ന മകൾക്ക് ഉണ്ടാവുകയുണ്ടായി. ഉടമ്പടി എടുക്കുക എന്ന ചിന്ത മാത്രമാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനെ തുടർന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയപ്പോഴും അത് 28 ദിവസത്തിനുള്ളിൽ തനിക്ക് തടസ്സങ്ങളായിട്ടുണ്ടായിരുന്ന വിസ അത് തിരിച്ചു കിട്ടുകയും അത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും അത് ഈശോയുടെയും ദൈവത്തിൻ്റെയൊക്കെ ഒരു വലിയ സ്നേഹവും സംരക്ഷണവും ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജപമാല ഇങ്ങനെ ചൊല്ലുവാനുള്ള നിരവധിയായ ആഗ്രഹങ്ങൾ എത്ര വന്നാലും അത് സന്തോഷത്തോടെ ചൊല്ലുവാനുള്ള ഒരു വലിയ ആത്മധൈര്യവും ഒരു സന്തോഷമൊക്കെ ആയിരുന്നു ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തനിക്കൊരു ജോലി നഷ്ടപ്പെട്ടപ്പോഴും അതിനെ തുടർന്നു കൊണ്ട് തന്നെ മറ്റൊരു ജോലി സമയത്തിന് ചുരുക്കത്തിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടും ഉടമ്പടി ആയിരുന്നത് കൊണ്ടും അത് വേറൊരു ജോലി സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ കൊണ്ട് തന്നെ അത് പാസ്സാകുവാനും ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ മകളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ. ഇയാൾ തയ്യൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയോടും തിരുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മമത ഷിജു. ഇതെൻ്റെ കൂട്ടുകാരത്തി സരസ്വതി രാജീവ്. ഇതെൻ്റെ മകള് അമൃത ഷിജു. ഞങ്ങൾ വരുന്നത് എറണാകുളത്ത് നിന്നാണ് വരുന്നത്. കൃപാസനത്തിൽ പറ്റി കേട്ടത് ഞാൻ എൻ്റെ കൂട്ടുകാരത്തി വഴിയാണ് ഞാനിവിടെ വന്നത്. പിന്നെ 2021 ഞാൻ ഇവിടെ വന്നു പോയത്. ഉടമ്പടി എടുത്തത് ഞാൻ 2024 ഞാൻ എൻ്റെ മകളുടെ ഒരു സർജറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് സ്പൈനൽ കോഡിലൊരു മുഴയുണ്ടായിരുന്നു 2024. അപ്പോൾ നമ്മളുടെ കൊറോണ സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ പുറത്തു നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു. അതിൻ്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ എൻ്റെ മോളുടെ സർജറി ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മയുടെയും ഈശോപ്പയുടെയും കൈകളിലൂടെ അത് നടത്തി തന്ന് പിന്നെ എൻ്റെ കുഞ്ഞിന് സ്പൈനൽ കോഡിൽ മുഴ ആയിരുന്നു. അത് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ തളർച്ച ബാധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ എൻ്റെ അമ്മയും അപ്പയും കൂടി ആ സർജറി നടത്തി തന്ന്
അതിന് ഞാൻ പരിശുദ്ധമ്മയോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയണം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജൂൺ മാസം 3-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് രണ്ടാമതും അവിടെ തന്നെ വീണ്ടും ഒരു മഴ വരികയുണ്ടായിരുന്നു. അപ്പോൾ സർജറി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർത്തിയും കൂടി വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായിരുന്നു. രണ്ടാം സർജറിക്ക് മുമ്പ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ബ്ലെസ്സിങ് വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. സൈത്ത് ദേശിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മകളെ ഞാൻ സർജറിക്ക് കൊണ്ടുപോയത്. ആ സർജറിയിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവർ പറഞ്ഞത് രണ്ടാമത്തെ സർജറിയും ചെയ്യണത് കൊണ്ടിട്ട് ഒരു സൈഡ് തടന്നു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ യാതൊരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്ന് എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകളുടെ നെറ്റിയിലും നാവിലും പിന്നെ സ്പൈനൽ കോഡ് സർജറി ചെയ്ത സ്ഥലത്തും കയ്യിലും കാലിലും എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാനത് പ്രാർത്ഥിച്ച് തൈലം പൂശി കൊടുക്കുന്നത്. അത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സർജറിക്ക് ശേഷം അവർ പിന്നെ ഞങ്ങളോട് പറഞ്ഞ് 3 മാസമാകുമ്പോഴത്തേക്കും റേഡിയേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ കഴുത്തിൽ കോളർ ഇടുകയുണ്ടായിരുന്നു ആദ്യത്തെ സർജറിക്ക്. സ്പൈനൽ കോഡിൻ്റെ അവിടെ നമുക്ക് 2 സ്ഥലത്തായിട്ട് 2 സ്റ്റീലിൻ്റെ ഇത് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് കോളർ ഞങ്ങൾക്ക് 2 മാസം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും അത് ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾ കഴിഞ്ഞ് പിന്നത്തെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് കോളർ ഇടണ്ട, അത് മാറ്റിക്കോളാൻ പറഞ്ഞ്. അതും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സർജറിക്കും ഇതേപോലെ അവർ പറഞ്ഞത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തളർച്ചയുണ്ടാകും. പിന്നെ നമ്മൾക്ക് രണ്ടാമത് ചെയ്യണോണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൊടയുടെ അവിടെ നിന്ന് നമുക്ക് എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3-ാം മാസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് റേഡിയേഷൻ ചെയ്ത് ഇനി അഥവാ അവിടെ വരികയാണെങ്കിൽ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഞങ്ങളോട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്തത് വൈക്കം ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലാണ് എൻ്റെ മോൾക്ക് സർജറി ചെയ്തത്. റേഡിയേഷൻ ഞങ്ങൾ ചെന്ന് അപ്പോൾ അവിടെ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ചെയ്തപ്പോഴത്തേക്കും അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും 6 മാസം കഴിയുമ്പോൾ ചെക്കപ്പ് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. 6 മാസത്തിലും ഞങ്ങൾ പോയി ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ 1 വർഷം കഴിഞ്ഞ മാസം ഞങ്ങൾ പോയി 23-ാം തീയതി ചെയ്ത് അതിലും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറഞ്ഞ് എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം തന്ന ഈശോയ്ക്കും അപ്പായിക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്നത്. പിന്നെ എനിക്ക് എൻ്റെ മകളുടെ ഇങ്ങനെയാണെങ്കിലും എൻ്റെ മകൾക്ക് രണ്ടാമത്തെ സർജറിക്ക് മുമ്പായിട്ട് ഒരു കല്യാണക്കാര്യം വരികയും ഞങ്ങൾ 2 സർജറി ചെയ്തതാണെന്ന് പറയുകയും ചെയ്ത് അവർക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളുടെ കല്യാണം ആഗസ്റ്റ് 17-ാം തീയതി അമ്മ മാതാവ് അത് സാധിച്ചു തന്നു. എല്ലാം മംഗളമാക്കി തന്നു. എൻ്റെ മകളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇരിക്കുന്നു. അതിനും ഞാൻ എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ജോലി സ്ഥലത്ത് പിന്നെ പ്രശ്നങ്ങളായിരുന്നു. 3 മാസമായിട്ട് എനിക്ക് അവിടെ സ്റ്റോക്ക് വരാതിരിക്കുകയും പിന്നെ സെയിൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്ത് അതിൻ്റെ ഇതായിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്റ്റോക്ക് വരികയും സെയിൽ തരികയും ചെയ്ത് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിക്കുകയും ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ നേവൽ ബേസിലാണ് ജോലി ചെയ്യുന്നത് സെയിൽസ് ഗേളായിട്ട്. അവിടെ ഞങ്ങൾ പത്രം കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളോട് വാങ്ങിക്കുകയും എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ
ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും കൂടിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ കൂട്ടുകാരത്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത് തന്നെ. അപ്പോൾ അതിന് ഞാൻ കൂട്ടുകാരത്തിനോട് നന്ദി പറയുന്നു. ഈ കൂട്ടുകാരത്തി കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത് പിന്നെ സ്നേഹഭവനിൽ ഞങ്ങൾ അവിടുത്തെ പിള്ളേർക്ക് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. പിന്നെ ഞങ്ങളിപ്പോൾ സാമരിയായിൽ ഞങ്ങളുടെ കുമ്പളങ്ങിയിൽ ഹോൾഡേജ് ഹോമിൽ 17 അമ്മമാരും അപ്പച്ചന്മാരും താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഒരു കൂട്ടായ്മയോടുകൂടി ഞങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കൊത്തളങ്കോ പള്ളൂരുത്തി കൊത്തളങ്കോയിൽ ഞങ്ങൾ പോകാറുണ്ട്. അവിടെയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ അവിടുത്തെ പിള്ളേർക്ക് ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് വാരി കൊടുക്കുകയും അവരുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തിരിച്ചു പോരുകയും ചെയ്യും. ഞങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസമാണ് അവധി കിട്ടുന്നത്. അന്നേരമാണ് ഞങ്ങൾ പോണത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും രാവിലെ 5:30 കൂടാറുണ്ട്. പിന്നെ സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ഞാൻ ചെല്ലാറുണ്ട്. ഞാൻ എൻ്റെ മകളുടെ സർജറിയുടെ സമയത്താണ് സമ്പൂർണ്ണ ജപമാല പഠിച്ചത്. ഞാനൊരു ഹിന്ദുവാണ്. പിന്നെ പഠിച്ചത് അന്നേരം സർജറി സമയത്ത് 8 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ആയിരുന്നു. കൊറോണ സമയമായത് കൊണ്ടിട്ട് ആരും തന്നെ എൻ്റെ കൂടെ അതിൻ്റെ അകത്തില്ലായിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ കൊന്തയും ജപമാലയുമായിരുന്നു. സർജറി കഴിയുമ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചത് തന്നെ. ബൈബിള് വായന ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം കിട്ടും. ആ സമയത്ത് ഞങ്ങളെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ അരമണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ബൈബിള് വായിക്കും. ബൈബിള് എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തൈലമല്ല ഉപ്പും തേനും ഞങ്ങൾ കാശ് രൂപവും ഞങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുകൊണ്ട് പോയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും കൂടിയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കുന്നത്. എല്ലാ മാസവും ഞങ്ങൾ വരണതും 2 പേരും കൂടിയാണ്. ഉടമ്പടി പുതുക്കാൻ വരുന്നതും ഞങ്ങൾ 2 പേരും കൂടിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ മകളുടെ കല്യാണം 17-ാം തീയതി 7 ദിവസം തന്നത് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നു. അമ്മ തരണം എനിക്കൊരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് ആഗസ്റ്റ് 17-ാം തീയതി ആയിരുന്നു. അതിൽ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹത്താലാണ് എൻ്റെ മകളുടെ കല്യാണവും നടത്തി തന്നത്. അതിന് ഞാൻ എൻ്റെ തിരുകുമാരനോടും അമ്മയോടും കോടാനുകൂടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് വെച്ചും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എല്ലാം തന്ന് അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെൻ്റെ കൂട്ടുകാരത്തിയാണ്. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും തന്ന അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈ രോഗസൗഖ്യം. പിന്നീട് ഈ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ഒരു വിവാഹത്തിന് നമുക്കറിയാം, ഒരു കൊച്ചു കാര്യം മതി ഒരു വിവാഹം തടസ്സമായി പോകാനായിട്ട്, മാറിപ്പോകുവാൻ. പക്ഷേ ഈ മകളുടെ കാര്യം 2ാമത്തെ സർജറി ഫിക്സ് ചെയ്തപ്പോഴാണ് ഈ മകളുടെ വിവാഹം വരുന്നത്. അതും സമയചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ സർജറി കഴിഞ്ഞെങ്കിലും എല്ലാം അറിയാവുന്ന ആ കുടുംബം ഈ മകളെ അക്സെപ്റ്റ് ചെയ്ത് വിവാഹം നടക്കാൻ സാധിച്ചു. ഇപ്പോൾ ആ മകന് ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാം അറിയാവുന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
കൂടെ നിൽക്കുന്ന കാത്തുപരിപാലിക്കുന്ന ദൈവം നമ്മുടെ വിശ്വസ്തത മാത്രമേ നോക്കുന്നുള്ളൂ. വിശ്വാസവും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉടമ്പടിയിലുണ്ടെങ്കിൽ എന്ത് സാഹചര്യമായാലും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഈ മകളുടെ ആ സർജറിയുടെ സമയത്ത്, ട്രീറ്റ്മെൻറ്റിന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു. എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ, സെക്കൻഡ് സർജറി. ആ സമയത്താണ് വിവാഹത്തിൻ്റെ ആലോചനയുമായിട്ട് ഈ കുടുംബം വരുന്നതും വിവാഹം നടത്തുന്നതും. നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് തന്നെ വിവാഹം നടന്നു. ഓഗസ്റ്റ് 17. ഈ അമ്മ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 17 7 എന്ന അക്കം നമ്മുടെ മക്കൾക്കെല്ലാം ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനം അമ്മ ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന നമ്പർ പലപ്പോഴും പല സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ ഒരു അടയാളമുണ്ട് എന്ന്. അങ്ങനെയാണ് ഈ മകളുടെ വിവാഹം നടന്നത്. പിന്നീട് ഈ മകൾക്ക് ജോലി സ്ഥലത്ത് സാലറി എല്ലാം കൊടുക്കുമായിരുന്നു ടൈം ടു ടൈം. പക്ഷെങ്കിൽ ഈ മകളുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ നടത്തുന്നുണ്ട്, പക്ഷെങ്കിൽ അവിടെ സ്റ്റോക്കില്ല. അത് സ്റ്റോക്ക് വന്നെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, കമ്പനിക്ക് ബെനിഫിറ്റ് എന്ന രീതിയിൽ. ഈ മകളുടെ മാത്രം ബെനിഫിറ്റ് നോക്കാതെ കമ്പനിയുടെ, അതായത് വർക്ക് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള വിശ്വസ്തയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് വരികയും നല്ല സെയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സർജറിയിലുടനീളം ഈ മകൾ പറഞ്ഞത്, പലരും പല രീതിയിൽ സഹായങ്ങൾ അയച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സഹായങ്ങൾ 4 ചുറ്റിൽ നിന്നും വന്നത്. അവിടെയും അമ്മയുടെ ഒരു വലിയ ക്രമീകരണവും അനുഗ്രഹവും സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു ഇടപെടൽ കൂടിയാണ് പലരും സഹായത്തിനായിട്ട് ഈ കുടുംബത്തെ കോണ്ടാക്ട് ചെയ്തത്. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനവും ഇവർ തന്നെയല്ല, കൂട്ടുകാരിയും മറ്റു കൂട്ടുകാരൊക്കെ ചേർന്ന് നിന്ന് ഉടമ്പടി മക്കളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അവരൊന്നിച്ച് ചേർന്നതെന്നാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ പരം കൂടെ ചേർന്ന് നിന്ന് മറ്റുള്ളവരെ സഹായിക്കുകയാണ്. ഈ സഹോദരിമാർ പല സ്ഥലങ്ങളിൽ പോയി, സ്നേഹഭവനത്തിലൊക്കെ പോയി അവരെ ശുശ്രൂഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിങ്കളാഴ്ച ഒരു ദിവസം അവധിയുള്ളൂ. പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയാണ്. പക്ഷെങ്കിൽ ഈ മക്കൾ അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കുകയും അവരെ സ്നേഹത്തോടെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതും അത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹത്തിൽ എല്ലാം മറന്ന്, സ്വന്തം സ്വസൗകര്യങ്ങളും മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് കരുണയോടെ അവരുടെ പാത്രം കഴുകി കൊടുക്കുവാനും അവർക്ക് ചോറ് വാരി കൊടുക്കുവാനും ഒക്കെ ഉള്ള ആ സ്നേഹം, ക്രൈസ്തവ മക്കളായ ഈ മക്കൾ ഒന്നിച്ച് ചേർന്ന് നിന്ന് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഈശോയും അമ്മയും കൂടെ നിൽക്കാതിരിക്കുമോ? പുറപ്പാടിൻ്റെ പുസ്തകം 15:26 പറയുന്നത് പോലെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നാണ്. ഈ മക്കളുടെ ജീവിതത്തിലും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും പരിപാലനയുമാണ് ഈ മക്കൾ അനുഭവിച്ചറിഞ്ഞത്. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, ദൈവം തന്നെയാണ്, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നാണ് വചനം യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ പറഞ്ഞത്. അതുതന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിലും അവരെ കരങ്ങളിൽ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തത് ഉടമ്പടിയിലൂടെയാണ്. ഈശോയും അമ്മയും കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ കരുണയും സ്നേഹവും അനുഭവിക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും മമതയുടെ കുടുംബത്തിന്, അമൃതയ്ക്ക് നൽകിയ ഈ രോഗസൗഖ്യത്തിന്, വിവാഹത്തിനും ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പ്രശ്നങ്ങളിലുള്ള പരിഹാരത്തിനുമെല്ലാം ദൈവം നൽകിയ